ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കാർത്തീസ് ഹെവൻ. അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് വ്ളോഗാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് തെറ്റുണ്ടെങ്കിലും ക്ഷമിക്കണം, കാരണം എന്തായാലും ഞങ്ങൾക്ക് അറിയാം ഇതിൻ്റെ അകത്ത് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവുമെന്നും. ഞങ്ങൾക്ക് ഇതിൽ ഒരു എക്സ്പീരിയൻസും ഇല്ല, ഞങ്ങൾക്ക് ഫസ്റ്റ് ടൈമാണ്. നല്ല ടെൻഷനും ഉണ്ട് ഇത് ഇടുമ്പോൾ. അപ്പം വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ, എന്താണ് എന്ന് തിരുത്താനും പറ്റാത്തൊരു സംഭവമാണ് ഈ സോഷ്യൽ മീഡിയ. അപ്പോൾ എന്ത് തെറ്റുണ്ടെങ്കിലും ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളുടെ ഈ കൊച്ചു ഫാമിലി നിങ്ങളുടെ ഫാമിലിയെ പോലെ കണ്ട് നമ്മൾ ഒരേ വൈബിൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു സപ്പോർട്ട് നിങ്ങളുടെ അടുത്ത് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാനല്ല, ഞങ്ങളെല്ലാവരും. അപ്പോൾ ഈ കൊച്ചു ഫാമിലിയെ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. എന്ത് തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിലും ഒന്ന് ക്ഷമിക്കണം, നമ്മൾ പിച്ച വെച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ പിന്നെ പോകും തോറും നമ്മൾ എന്ത് ചെയ്യും, നല്ല രീതിയിൽ ഞങ്ങൾ ഇമ്പ്രൂവ് ചെയ്ത് വന്നോളാം. അത് മാത്രമല്ല, എന്ത് തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിലും നല്ലതാണെങ്കിലും മോശമാണെങ്കിലും നിങ്ങൾ നമ്മളെടുത്ത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അത് നമുക്ക് നല്ലൊരു ഫീഡ്ബാക്ക് ആയിരിക്കും. ആ ഫീഡ്ബാക്ക് വെച്ചിട്ട് വേണം ഞങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ്. ഹായ്, ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കാർത്തീസ് ഹെവൻ. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഇപ്പോൾ എന്നെ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഞാനിപ്പോൾ എവിടെയുള്ളത്. യെസ്, ഞാനിപ്പോൾ കിച്ചണിലാണുള്ളത് ഗൈസ്. എന്തുകൊണ്ടാണ് ഈ കിച്ചണിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കിച്ചണിൽ നിന്നാണ്, വേറൊന്നും കൊണ്ടല്ല. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷെഫ് പിള്ളയാണെന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു വ്യക്തിയാണ് നമ്മളുടെ ഗസ്റ്റ്. മറ്റാരുമല്ല, എൻ്റെ അച്ഛൻ തന്നെ. അപ്പോൾ അച്ഛനെന്ന് പറഞ്ഞ അടുത്ത് ഒരു കിഡിലം പോലത്തെ ഒരു കറി ഞാൻ വെച്ച് തരാം, നിങ്ങളതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ് പറഞ്ഞത്. അത്ര മനോഹരമായിട്ട് ഉണ്ടാക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം ഗൈസ് എങ്ങനെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇന്ന് അച്ഛൻ്റെ കറി, അതാണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ. സോ ഞങ്ങൾ ഇന്ന് എന്ത് ചെയ്യാൻ പോവാം, ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ പോവാം, നേരെ മാർക്കറ്റിൽ പോയിട്ട് അച്ഛന് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. യു മീൻ കോഴി? യാ. സോ കോഴി വാങ്ങാൻ പോകണം, അതേപോലത്തെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അത് വാങ്ങിയിട്ട് ഞാൻ വേഗം വരാം. അച്ഛൻ്റെ കുക്കിംഗ് വീഡിയോ കാണാം. മാർക്കറ്റ്, ഇവിടെ നിന്നാണ് ഞാൻ ചിക്കൻ വാങ്ങുന്ന സ്ഥലം. നമുക്ക് അവിടെ പോയി ചിക്കൻ വാങ്ങാം. ഇന്നത്തെ യെസ് ഗൈസ്, ചിക്കൻ വാങ്ങിയിരിക്കുന്നു ഗൈസ്. ഇനി അടുത്തത് നമ്മൾ നേരെ അടുത്ത സാധനങ്ങൾ വാങ്ങാം. നോക്കാം അച്ഛൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ വക്കമാണ്. എന്താണ് അച്ഛൻ ഉണ്ടാക്കിയത് നോക്കാം. ഓ, ഇവിടെ ചിക്കനൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് ഗൈസ്. ഇതെന്താകെ ഇത്രയേ ഉള്ളൂ, ബാക്കി അവിടെ ബാക്കി അവിടെ ഉണ്ട്. അപ്പൊ അച്ഛാ, എന്താണിത്? ഇത് ചിക്കൻ ഒരു വെറൈറ്റി കറിയാണ്. മസാലകളൊന്നും ഇല്ലാതെ എങ്ങനെ ഒരു ചിക്കൻ കറി വെക്കാം? മസാലയൊന്നും ഇല്ല. ചിക്കൻ ഒരു മസാലയൊന്നുമില്ല. ചെറിയ രീതിയിലുള്ള, എന്നാൽ ആർക്കും ആരോഗ്യത്തിന് യാതൊരു കുഴപ്പമില്ലാത്ത ഒരു കറി ഉണ്ടാക്കാൻ നോക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എങ്കിലും അതിന്റെ ഐറ്റംസ് എടുക്കട്ടെ. അപ്പൊ ചിക്കൻ ഇപ്പൊ റെഡിയാക്കി വെച്ച്, ഇനിയിപ്പോ കുറച്ച് വെളുത്തുള്ളി വേണം, ഇഞ്ചി വേണം. മസാല ഐറ്റംസ് ഒന്നുമില്ല. അതായത് മുളക് പൊടി വേണ്ട, മല്ലിപ്പൊടി വേണ്ട, മഞ്ഞൾ പൊടി വേണ്ട, ഉപ്പില്ലാണ്ട് എന്താണ് വേറെ ഇത് വെക്കാൻ പറ്റും. അതായത് ചിക്കൻ മസാലകളൊന്നും വേണ്ട. കൂടുതലും ഇഞ്ചി വെളുത്തുള്ളിയാണ് ഇതിന്റെ മെയിൻ. അതാണ് ഇതിന് പ്രാധാന്യം കൂടുതൽ. പിന്നെ ആൾക്കാർക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ, കുരുമുളക് പൊടി ഇടാം. എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് കിട്ടോ? അല്ല, നമ്മൾ കുരുമുളക് ഇടുന്നുണ്ട്, കാരണം മലയാളീസിന് കുരുമുളക് വേണം, ഒരു എരിവ് വേണം. ശരിക്കും എവിടെയുള്ള ഫുഡാണ് ഇത്? ചൈനക്കാർ ഫുഡാണ്. ചൈനക്കാർ ഫുഡാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അവര് ഉണ്ടാക്കുന്നതാണ്. സിംഗപ്പൂരിൽ നല്ല ഉണ്ടാക്കുന്ന കറിയാണിത്. ഓക്കെ, ഉണ്ടാക്കി നല്ല
നല്ല നല്ല മെത്തേഡുള്ള ഒരു കറിയാണിത്. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ്. കൂടുതൽ മസാലകളൊന്നും ഇല്ലാതെ തന്നെ ഇടുന്നത് കൊണ്ട് നല്ല ഇതാണ്. ഇതൊന്ന് പ്രിപ്പയർ ചെയ്യട്ടെ ആദ്യം. ഹേയ്, അപ്പോൾ നമുക്ക് അടുക്കളയിലോട്ട് പോവാം. അടുക്കളയിൽ തകൃതിയായിട്ട് അച്ഛനും അമ്മയും കൂടി കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ വാ നമുക്ക് അങ്ങോട്ട് പോയേക്കാം. അച്ഛൻ എന്താ പാട്ട് പോളൊക്കെ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അച്ഛൻ ഒരു പാട്ടുകാരനാ തോന്നുന്നു. പാട്ടുകാരനൊന്നുമില്ല. അച്ഛൻ ഇഷ്ടപ്പെട്ടൊരു പാട്ട് പാടിയിട്ടത് കേൾക്കട്ടെ. അച്ഛന് 2 വരി പാട്ട് കേൾക്കും ഗൈസ്. നിങ്ങൾ അഭിപ്രായം പറയണേ. ഓക്കെ പുറത്തൊരോലക്കൂടെ എടുത്ത് 4 കുട്ടി മുറുക്കി നടക്കുന്നതാരാണ്? ആരാണ്? ഞാനല്ല വരുന്നല്ല ഇടയനല്ല ചെമ്മാനം പാടുന്ന കുരയനയ്യൻ അങ്ങേ കരയിലെ അതെ കട്ടിങ് കിട്ടില്ല. അത്രേ കിട്ടുള്ളൂ ഗൈസ്. അതിൽ വെച്ച് നിങ്ങൾ വിലയിരുത്തണം എന്നാ പറഞ്ഞത്. എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ ഗൈസ് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അമ്മ പറയുന്നത്. അച്ഛനെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അമ്മ. ഇങ്ങനത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വൈഫിനെ കിട്ടാനാണ് നമ്മൾ കളിക്കേണ്ടത് ഗൈസ്. ഇപ്പൊ അടി ഉണ്ടാവും ഗൈസ്. ഇതെങ്ങോട്ടാ പോന്നേ? ശരി, ഇതാണോ സപ്പോർട്ട്? സപ്പോർട്ട് എന്ന് പറഞ്ഞു വന്ന് 2 സെക്കൻഡ് ആയിരിക്കില്ല, അപ്പൊ തന്നെ പോയി. നമ്മൾ ഈ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ അതായത് ഇഞ്ചി കൂടുതൽ വേണം, വെളുത്തുള്ളി കൂടുതൽ വേണം, ഉരുളക്കിഴങ്ങും വേണം. പിന്നെ നമ്മൾ ഇതിൽ കൂടുതൽ ആക്ടിവിറ്റി ചേർക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് എരിവിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ഒരു 3 കൈ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അതേമാതിരി കുരുമുളക് പൊടി, ഇത് പൊടിച്ച് വെച്ച കുരുമുളകാണ്. കുരുമുളക് ഞാൻ പൊടിച്ച് വെച്ചാണ്. ഒരു പാകത്തിനുള്ള ഉപ്പ്. ഇതിൻ്റെ കൂടെ ഒരു ലേശം എണ്ണയും ഒഴിക്കണം ഗ്ലാസ്സിൽ. അത് ഞാൻ പറഞ്ഞിരുന്നുണ്ട് എപ്പോൾ ഒഴിക്കണം എന്നുള്ളത്. പക്ഷെ ഇപ്പോൾ നമുക്ക് ഇതാണ് വേണ്ടത്. ശരിക്കും ചൈനീസുകാർക്ക് ഈ നമുക്ക് എന്ത് ചെയ്യുന്നത് പറഞ്ഞാൽ മറ്റേ ഇതുണ്ടാവില്ല, അത് പച്ചമുളക് ഉണ്ടാവില്ല, കുരുമുളക് ഉണ്ടാവില്ല. അത് രണ്ടും ഉണ്ടാവില്ല. കുരുമുളകും അവരിടില്ല, പച്ചമുളകും ഇല്ല. അവർക്ക് എരിവ് കൂടുതൽ പറ്റത്തില്ല. ഇപ്പോൾ കേരളക്കാർക്ക് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എന്തായാലും എരിവില്ലാതെ ഭക്ഷണം കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ അതിന് കുരുമുളകും പച്ചമുളകും ഇട്ട് ശരിക്കും ഇതിന് വേണ്ട. ബാക്കിയെല്ലാം വേണം കൂടുതലായിട്ട്. അതായത് ഇഞ്ചി, വെളുത്തുള്ളി, ഉരുളക്കിഴങ്ങ്, ഇതാണ്. പിന്നെ എണ്ണ, അതാണ് വേണ്ടത് കൂടുതലായിട്ട്. അപ്പോൾ ഞാൻ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരു 2 മിനിറ്റോട് കുക്ക് സ്റ്റാർട്ട് ചെയ്യും. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അപ്പം പറഞ്ഞു. ഓക്കെ, നമ്മൾ ആദ്യം ഒരു പാത്രം വെച്ചു. സൗകര്യം കുറവുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ചിക്കൻ ഉണ്ട്. ചിക്കൻ ഞാൻ അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്, കുറച്ച് ചിക്കൻ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ വളരെ സിമ്പിൾ പരിപാടിയാണ്, ഒന്നുമില്ല. ഈ സംഗതി ഞാൻ ആദ്യം പറഞ്ഞ ഐറ്റംസുകളെല്ലാം തന്നെ ഒരുമിച്ച് അതിൻ്റെ അകത്ത് എല്ലാ സാധനവും ഒരുമിച്ച് അതിൻ്റെ അകത്ത് ഇങ്ങനെ സെപ്പറേറ്റ് ഇടണമെന്നൊന്നുമില്ല, എല്ലാം ഒരുമിച്ചില്ല. പക്ഷേ നമ്മൾ അതായത് കറിവേപ്പിലയും മല്ലിച്ചപ്പും ലാസ്റ്റിലിടാം നമുക്ക്. അപ്പോൾ ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് എരിവിന് വേണ്ടിയിട്ട് നമ്മൾ കുരുമുളക് ഇടുന്നുണ്ട്. കുറച്ച് കുരുമുളക്, അധികം വേണ്ട. എരിവ് കൂടുതൽ വേണ്ട ആൾക്കാർക്ക് ഇഷ്ടമായി ഉപയോഗിക്കാം. കുരുമുളകാണ് ഒരു പ്രശ്നം വരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ എന്ത് ചെയ്യാം, കുറച്ച് വെള്ളം. വെള്ളമല്ല, നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്, കുറച്ച് വെളിച്ചെണ്ണ. ഓക്കെ, അത് മതി. ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് ഒന്ന് എന്ത് ചെയ്യണം, ഒന്ന് ഇളക്കണം, ഒന്ന് മിക്സാണ്. വേറെ എന്തിനല്ല, ഒന്ന് മിക്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതാണ്. കാരണം കുരുമുളക് ഇതെല്ലാം കൂടി ഒന്ന് ചിക്കൻ്റെ അകത്ത് ഒന്ന് മിക്സ് ആകുന്നതാണ്. ഇളക്കിയിട്ടില്ല കുഴപ്പമില്ല. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, വെള്ളം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേകുമ്പോൾ അത് അതിൻ്റെതായ രീതിയിൽ അങ്ങ് റെഡിയാവും. ഇത് ചിക്കൻ ഇത്തിരി സംഗതിയുള്ളൂ. ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യണം, നമ്മൾ ഇനി വെള്ളം ഒഴിക്കാം. ചിക്കൻ നല്ലോണം വേകുന്ന രീതിയിലുള്ള വെള്ളം വേണം. ചിക്കൻ ആണ്ട് കിടക്കണം, നല്ലോണം വേകണം. ചിക്കനും ഉരുളക്കിഴങ്ങും വേകാനുള്ള വെള്ളം എന്തായാലും വേണം. കാരണം ഇല്ലെങ്കിൽ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അച്ഛാ, ഈ ഡിഷിന്റെ പേരെന്താ? ഇതിന്റെ ഡിഷിന്റെ പേര് എനിക്ക് അവർ പറഞ്ഞു തന്നിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അച്ഛനായിട്ടൊരു പേരുണ്ടല്ലോ.
അല്ല അതായത് പറഞ്ഞാല് എനിക്കിത് അത് ചൈനക്കാരൻ ഉണ്ടാക്കി പഠിപ്പിച്ചു തന്നെ. ഓക്കെ. സിംഗപ്പൂരിലുള്ളപ്പോ ചൈനക്കാരൻ എനിക്ക് പഠിപ്പിച്ചു തന്ന ഒരു സംഗതി ഇത് അവരവിടെ നിന്ന് ഉണ്ടാക്കുന്നതാണ്. അതാണ് ഞാൻ ഇവിടെ കേരളത്തിൽ വന്നപ്പോ മക്കൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ വെച്ചിട്ട് ഉണ്ടാക്കുന്ന. ഇപ്പോ ഇനിയിപ്പോ നമുക്കെല്ലാം കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇതുവരെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലല്ലോ, നമ്മൾ ആദ്യമായിട്ടല്ലേ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ചോദിച്ചത് ഇതിന്റെ പേരെന്താ? പേര് അച്ഛനിട്ടില്ല. ഇത് എന്ന് പറഞ്ഞാല് ഇല്ല, അതിന് കാര്യമായ പേരൊന്നുമില്ല. ചിക്കൻ കറി ഇതൊന്നും പറയാൻ പറ്റൂല. അതായത് എന്തെന്ന് അച്ഛൻ പറയാ ചിക്കൻ കുഹു കുഹു. ചിക്കൻ കുഹു കുഹു അത് ഞാനൊരു ഇട്ട പേരാണ്. ചിക്കൻ കുഹു കുഹു അത് ഇങ്ങനെ ചൈനക്കാർ പറയുന്ന ഒരു സംഗതിയാണ് കുഹു കുഹു. അതുകൊണ്ടാണ് ചിക്കൻ കുഹു കുഹു എന്നാക്കിയത്. ഇതാണ് സംഗതി. ഇനി പിന്നെ ഇത് വേറെ ഒന്നുമില്ല. സംഗതി ഇത് നല്ല മൂടി വെക്കുക. ഇത് കഴിഞ്ഞ പരിപാടി ഇനി നല്ലോണം പതക്കണം. നല്ലോണം ഇനി പതച്ച് കഴിഞ്ഞിട്ട് നല്ലോണം വീഴണം. വെന്ത് നല്ലോണം വെള്ളം പറ്റി നല്ല അതിൻ്റെ അകത്ത് ഉരുളക്കിഴങ്ങെല്ലാം വെന്ത് ചിക്കനെല്ലാം വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് മല്ലി ബാക്കിയുള്ള സംഗതി ഞാൻ പറഞ്ഞുതരാം. അത് വേറെ ഒന്നുമില്ല, കറിവേപ്പിലയും മല്ലിച്ചപ്പൊടിന് ലാസ്റ്റിൽ. അത്രയേ ഉള്ളൂ കഴിഞ്ഞ പരിപാടി. യാതൊരു പിന്നെ മറ്റേ ഇതുമില്ല. ഇത് നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതൊന്നുമില്ല. ശരീരത്തിന് യാതൊരു കുഴപ്പമില്ല. ആകെ കുരുമുളകേ ഉള്ളൂ. അത് ശരീരത്തിന് നല്ലതാണ്. വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം ശരീരത്തിന് നല്ലതാണ്. പിന്നെ സമയം കുറവല്ലേ? സമയം വളരെ കുറവാണ്. ഇത് ചിക്കൻ വേണ്ട ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ചിക്കൻ ഉരുളക്കിഴങ്ങ് വേണ്ട ഒരു സമയം മാത്രമേ വേണ്ടൂ. അതിൻ്റെ അകത്ത് നല്ല വെള്ളത്തിൽ അത് പറ്റണം. ഹെൽത്തി ഫുഡാണ്. ഹെൽത്തി ഫുഡ് തന്നെയാണ്. അതായത് കഴിച്ചു നോക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. എന്തായാലും 100% ഇഷ്ടപ്പെടും. അത് ഉറപ്പാണ്. പക്ഷേ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. കാരണം തെറ്റല്ല, എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഉപ്പിടേതായിരുന്നു. എന്നോട് അങ്ങ് വിട്ടുപോയി ഉപ്പിട്. ഞാൻ ആദ്യം ഉപ്പിട്ടിന് വിചാരിച്ചിന്. പക്ഷെ കുഴപ്പമൊന്നുമില്ല. ഉപ്പിട്ടാൽ കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ ആ വെള്ളത്തിനകത്ത് വന്നിട്ടൊന്നുമില്ല. ഉപ്പ് നമ്മളെ പാകത്തിൽ ഇടുന്നുണ്ട്. ഉപ്പ് ഇതാ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അതെന്നോട് വിട്ടുപോയതാ സംഗതി. പിന്നെ ഉപ്പില്ലെങ്കിൽ പോയി സംഗതി. ഉപ്പ് എന്തായാലും പോകണം. മറന്നുപോയതല്ല പോലും. അതങ്ങനെയാണ് പോലും ചെയ്യേണ്ടത് ഗൈസ്. ചൈനക്കാരങ്ങനെ ചെയ്യാന്നാ പറഞ്ഞത്. ഓക്കെ. അല്ല ഗൈസ്, ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. എന്താണെന്ന് സംഗതി പോരൊന്നുമല്ല. ഞാനത് 4 കൊല്ലം മുന്നിട്ട് കണ്ടുപഠിച്ച സംഗതിയാണ്. അപ്പോൾ എന്നോട് വലിയ ഉള്ളി ഇടാൻ വിട്ടുപോയി. അപ്പോൾ വേറെ ഒന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. പക്ഷെ അത് വെള്ളത്തിനകത്ത് വലിയ ഉള്ളി 2 വലിയ ഉള്ളി ഒന്ന് ചെറുങ്ങനെ മുറിച്ചിട്ടിട്ടാൽ മതി. ഇനി ഒന്നുമില്ല, എല്ലാം റെഡി കഴിഞ്ഞു കേട്ടോ. മറന്നുപോയതല്ലാണ്. ഇനി ഒന്നും മറന്നിട്ടില്ല, ബാക്കിയെല്ലാം ക്ലിയർ ആണ്. അതെന്നോട് അറിയാതെ വിട്ടുപോയത് അത്. ഓക്കെ, ഇത് ലാസ്റ്റ് അല്ലേ? അത് ലാസ്റ്റ് നമ്മളിതാ. അപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചിക്കനും ഇത് വെള്ളം ഇങ്ങനെ വറ്റി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കറിവേപ്പില ഇട്ടിക്കില്ലേ, കുറച്ച് കറിവേപ്പില ചെറുങ്ങനെ മുറിച്ചിട്ട് അതിലെത്തില്ല. വേറെ ഒന്നുമില്ല. അതിട്ടിട്ട് പിന്നെയും മൂടി വെക്കുക. വെള്ളം ഒന്ന് വറ്റട്ടെ. അപ്പോൾ നമ്മൾ ഇതായിട്ട് ഓഫ് ചെയ്തട്ടോ. ഓഫ് ചെയ്ത് ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ എന്ത് ചെയ്യുക, കുറച്ച് മല്ലിച്ചപ്പ്. മല്ലിച്ചപ്പ് ഇങ്ങനെ നല്ല ഇതിലിട്ടിട്ട് നല്ല ഓഫ് ചെയ്ത പാട് തന്നെ മല്ലിച്ചപ്പ് ഇടുക. നല്ല ആവി ഉണ്ടാവും. ആവിയില്ലാത്ത അയ്യ മല്ലിച്ചപ്പ് അതങ്ങനെ തന്നെ ഇതാണ്. എന്നിട്ട് നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ഒന്നും കൂടി അടച്ചു വെക്കും. ഏകദേശം നമ്മളെ കറിയായി. ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ ഒന്ന് തണിയണം. ഒരു 5 മിനിറ്റ് കഴിയട്ടെ. 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ കറി തണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പൊറാട്ടേൻ്റെ കൂടി കൂട്ടാം, ചപ്പാത്തിൻ്റെ കൂടി കൂട്ടാം, പൂരിയുടെ കൂടി കൂട്ടാം, നമുക്ക് ചോറിൻ്റെ കൂടി കൂട്ടാം. യാതൊരു കുഴപ്പമില്ല. നല്ല അടിപൊളി കറിയാണ്. ഓക്കെ. ഹലോ ഗൈസ്, അപ്പോൾ ഇതാ അച്ഛൻ്റെ കറി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം നമുക്കറിയാം. നല്ല സ്മെല്ലുണ്ട് കേട്ടോ. നല്ല മസാല ഒന്നും ഇട്ടിക്കില്ലല്ലോ. മസാല ഇട്ടിട്ടില്ലല്ലോ, പക്ഷെ ഇങ്ങനെ സ്മെല്ല് വരുന്നത്. ഹായ് ഗൈസ്, അപ്പോൾ അച്ഛൻ തുടങ്ങിയിരിക്കുന്നു ഗൈസ്. ഫുഡ് വിളമ്പാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒത്തുകൂടുന്ന സമയത്ത് ഇതേപോലെ വട്ടത്തിലിരുന്ന് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്ന രീതിയാണിത്. ഓക്കെ. അപ്പോൾ ഇവിടെ സ്വതവേ അമ്മയും ചാരുവിന് ഫ്രണ്ടും ഉണ്ടാവാറുള്ളൂ. ഞങ്ങളിങ്ങനെ വീക്കെൻഡ്സിന് ഇങ്ങോട്ടും ഇവിടെ വന്നിട്ട് ഇവരെ കൂടെ ചില്ലാക്കും. അങ്ങനത്തെ ഒരു ദിവസമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഗൈസ്. ഫുഡ് വളർന്നിക്കൊണ്ടിരിക്കുന്ന ഗൈസ്. എവിടെ അച്ഛൻ്റെ ചിക്കൻ കറി എവിടെ? അപ്പോൾ അതാ അച്ഛൻ്റെ ചിക്കൻ കറി ഇരിക്കുന്നു ഗൈസ്. അത് ഗ്രേവി വേണമെങ്കിൽ ഗ്രേവി ആയിട്ട് എടുക്കുക. നല്ലോണം വറ്റിച്ചെടുക്കുക. ഞങ്ങളെല്ലാവരും ഫാമിലീസ് ആയിട്ട് ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. വീക്കെൻഡിൽ ആദ്യമായിട്ട് ഞായറാഴ്ച ഒത്തു കിട്ടിയതാണ്. അതുകൊണ്ട് എൻ്റെ ഒരു സ്പെഷ്യൽ കറിയോട് കൂടി ഞങ്ങളിങ്ങനെ ഫുഡ് കഴിക്കുകയാണ്. മക്കളെ മോളെ ഫ്രണ്ടും എല്ലാം ഉണ്ട്. എനിക്ക് സ്വന്തം ഭാര്യയുണ്ട്. സ്വന്തം ഭാര്യയുണ്ടെന്ന് പറയുന്നത് ഗൈസ്. എന്നാൽ പിന്നെ ഓക്കെ, ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. ചാരുവാണ് പരീക്ഷണത്തിലെ ഫസ്റ്റ് ആള്. എങ്ങനെയുണ്ട് നോക്കട്ടെ. ചാരുവിന്റെ എക്സ്പ്രഷൻ നമുക്ക് നോക്കാം. ചിക്കൻ കഴിക്ക്. കൊളായിന്നോ? എന്താ ടേസ്റ്റ് ഉണ്ടോ? അനു
എന്താ അവസ്ഥ? സെറ്റാ? സെറ്റാണോ? അമ്മ ഇത് മുന്നേ കഴിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ എങ്ങനെയുണ്ട്? അപ്പോൾ ഇതാണ് നമ്മുടെ ഷെഫ് പിള്ള എന്ന് സ്വയം അറിയപ്പെടുന്ന, സ്വയം പ്രഖ്യാപിക്കുന്നു അല്ലേ? അടിപൊളിയായിട്ടുണ്ട്. ഓ, അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ കേട്ടോന്ന് അറിയില്ല, അമ്മേന്റെ ഒരു കൗണ്ടർ ഉണ്ട്. അമ്മ എന്താ പറഞ്ഞേ? അമ്മ വെക്കുന്നത്ര ഇല്ലാന്ന്. ഓക്കെ, ഇനി ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ. അപ്പം ഗൈസ്, ഇതാണ് അച്ഛൻ ഉണ്ടാക്കിയ ചിക്കൻ കറി. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ലോണം വെന്തിട്ടിങ്ങനെ വെറുതെ പറയുള്ളൂ ഗൈസ്, അടിപൊളിയാണ്, ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ശരിക്കും നമുക്ക് ചോറിനേക്കാളും എനിക്ക് തോന്നുന്നത്, അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് മറ്റേ ചപ്പാത്തി, പൂരി, പൊറോട്ടേൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ ആയിരിക്കും. ഇതാണ് ഗൈസ് ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം. ആ കറീൻ്റെ അവസ്ഥ നോക്കിയപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ അത് എടുത്ത് കഴിച്ചിട്ടുണ്ട്. ഹായ് ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഫുഡിൻ്റെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ കൊച്ചു വ്ളോഗും അതേപോലെ തന്നെ വീട്ടിൽ എൻ്റെ അച്ഛൻ ഉണ്ടാക്കിയ നിങ്ങൾ കണ്ട ഫുഡും. സത്യം പറയാലോ, നല്ല ടേസ്റ്റ് ഉണ്ട് ആ ഫുഡ് കഴിക്കാൻ. എന്തായാലും അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് അതിൻ്റെ നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു റിസൾട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം, പറഞ്ഞു തരണം. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഓക്കെ, എന്തായാലും ഞാൻ വീണ്ടും പറയാണ്, നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, സപ്പോർട്ട് എന്തായാലും ചെയ്യാൻ മറക്കരുത്. ഇതൊരു ക്ലീശയാണെന്ന് അറിയാം, എന്നാൽ പോലും ഞാൻ വീണ്ടും പറയാം, പ്ലീസ് ലൈക്ക് ആൻഡ് സപ്പോർട്ട്. ഓക്കെ, താങ്ക് യു.